എസ് മിനി ആശാ സമര സമിതിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മിനി, ഈ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന രീതിയിൽ അവർ തങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് കൂടുതൽ വേതനം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇതൊരു പ്രഖ്യാപനത്തിനപ്പുറം നടപ്പിലാവാനുള്ള സാധ്യതയുണ്ടോ? നിയമപ്രശ്നങ്ങൾ നിരവധി ഉണ്ടാവില്ലേ? ആശാപ്രവർത്തകർക്ക് അധിക വേതനം നൽകും കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെന്ന പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ KPCC ഔദ്യോഗികമായി തന്നെ നടത്തുന്നത്. ആശാ സമരസമിതിയിൽ നിന്നും മിനി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മിനി, ഈ KPCCയുടെ നീക്കം, പുതിയ അധിക വേതനം നൽകുമെന്ന നീക്കം, അത് പ്രായോഗികമാവാൻ നിരവധി നിയമ തടസ്സങ്ങളില്ലേ? അത് മനസ്സിലാക്കാതെയുള്ള രാഷ്ട്രീയ പ്രഖ്യാപനമാണോ ഈ KPCC നടത്തിയിരിക്കുന്നത്? ഞങ്ങൾ എന്തായാലും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യാണ്. കാരണം ഇതൊരു അതിജീവന സമരം 50 ദിവസം പിന്നിടാൻ പോകണം. നാളെ 50 ദിവസം പൂർത്തിയാകുകയാണ്. ഈ സമയത്ത് പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അനുകൂല സമീപനം ഉണ്ടാക്കാത്തൊരു സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഈ സമരം ന്യായമായ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഒത്തുതീർപ്പാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ KPCC എടുത്തിരിക്കുന്ന തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം അവർക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ, ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ആശാവർക്കർമാർക്ക് 1 രൂപ വർദ്ധിപ്പിച്ചാൽ പോലും അത് വളരെ വലിയൊരു പിന്തുണയായിട്ട് തന്നെയാണ് ഞങ്ങൾ പരിഗണിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ തുരങ്കം വെക്കാനാണ് ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഇത് ചെയ്തുകൂടാ? അങ്ങനെ പഞ്ചായത്ത് തോന്നുന്ന ഒരു വികാരം പോലും നിങ്ങൾക്ക് മികച്ച വേതനം വേണം എന്ന തർക്കമില്ലാത്ത വിഷയമാണ്. ഞങ്ങളും അതിനൊപ്പം തന്നെയാണ്. അല്ല, അതൊരു സംശയമല്ല. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഈ KPCC നടത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് അത് നടപ്പിലാവാനുള്ള സാധ്യത എത്രമാത്രമുണ്ടോ എന്നൊരു വിഷയമുണ്ടല്ലോ. കാരണം നമ്മളൊരു നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുമ്പോൾ അതൊരു വെറുമൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറില്ലേ? അല്ലാതെ രാഷ്ട്രീയ ഇതിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലനിൽക്കുന്ന രാജ്യമല്ലേ, സംസ്ഥാനമല്ലേ നമ്മുടേത്. അപ്പൊ പിന്നെ പഞ്ചായത്തുകൾക്ക് എന്ത് അധികാരമാണ് കൊടുത്തിരിക്കുന്നത്? പഞ്ചായത്തുകൾക്ക് അധികാര വികേന്ദ്രീകരണം താഴെ തലങ്ങളിലെന്ന് പറയുകയും അധികാരം പ്രയോഗിക്കാൻ നടത്തുമ്പോൾ അവർ അതിനെ അധികാര കേന്ദ്രീകരണമായിട്ട് കണ്ടാൽ അതിന്റെ പ്രായോഗികത നിരവധിയുണ്ടല്ലോ. കാരണം അതിൽ പ്ലാൻ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിന് തടസ്സമുണ്ട്, തനത് ഫണ്ടുകൾ പോലും ചെലവഴിക്കുന്നതിന് സർക്കാരിനെ മറികടന്ന് ചെയ്യുന്നതിന് തടസ്സമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പം ഒരു സർക്കാരും ഈ തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് മാറുന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിലൊരു നിങ്ങൾക്ക് പണം കിട്ടാതെ പോവില്ലേ? ഈ ഏറ്റുമുട്ടലിലേക്ക് കൊണ്ടുപോകുന്നത് ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് എന്തിനാണ് ഇത് വെച്ച് താമസിപ്പിക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളുടെ ഈ പ്രക്ഷോഭത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ അത് തീരുമാനിക്കാൻ KPCC തയ്യാറാകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആലോചിക്കാൻ തയ്യാറാവുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി എന്തിനും ഗവൺമെന്റ് അവസരം കൊടുക്കുന്നു? നിങ്ങൾ പറയുന്നു അത് രാഷ്ട്രീയമായ നേട്ടത്തിലേക്ക് അല്ലേ എന്ന് ചോദിക്കുന്നെങ്കിൽ അത് രാഷ്ട്രീയമായ നേട്ടത്തിലേക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നത്? ഗവൺമെന്റിലെ തീരുമാനിക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ മുതലെടുപ്പിനെ തടയേണ്ടത് സർക്കാരാണ്, ഞങ്ങൾ സമരസമിതിയല്ല. മറിച്ച് ഗവൺമെന്റ് ചെയ്യേണ്ടുന്നത് 50 ദിവസത്തിലേക്ക് കടക്കുന്ന ഈ സമരത്തിനെ കാണാതിരിക്കുന്നതിന് പകരം അത് കണ്ടുകൊണ്ട് അനുഭാവപൂർവ്വം പരിഗണിക്കണം. ഒരു പഞ്ചായത്തിന് തോന്നുന്ന വികാരം പോലും ഒരു സംസ്ഥാന സർക്കാരിന് തോന്നാതിരിക്കുന്നത് അങ്ങേറ്റം ഖേദകരമല്ലേ? അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനാണെങ്കിലും എന്തിനാണെങ്കിലും വിട്ടുകൊടുക്കാതെ ചെയ്യണം. മറിച്ച് ചെയ്യാൻ വരുന്ന ആളുകളെ ആക്ഷേപിക്കുക, ഞങ്ങളുടെ സമരക്കാരെ ആക്ഷേപിക്കുന്നത് പോലെ അതിനെ ആക്ഷേപിച്ച് തള്ളാനാണെങ്കിൽ തീർച്ചയായും ശരിയായ നടപടിയല്ല.